ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു ഷെർബീസ് ടൈം പാസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷമാണെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. ഞങ്ങൾ വിദേശത്തേക്ക് പോകുന്നു. ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആക്കിയതെന്ന് വെച്ചാല് സോയ പൊരിച്ചെടുക്കുന്നതും പിന്നെ എന്താ വെച്ചാല് പച്ചക്കായ കൊണ്ട് നല്ലൊരു എന്താണ് സൂപ്പർ ടേസ്റ്റി കറി ഉണ്ടാക്കുന്നതൊക്കെയാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ്. അപ്പൊ എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണും. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാതെ ഓൾ ഓപ്ഷനുകൾ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പൊ അതാ വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടി പിന്നെ കുറച്ച് പച്ചക്കായ കൂടെ എന്താണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കട്ട് ചെയ്ത് ഈ കഞ്ഞിവെള്ളത്തിൽ ഉപ്പൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ കഴുകി വെച്ച പച്ചക്കായ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നതാണ് ഈ പച്ചക്കായ ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ രാവിലെ ഇതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ ഉണ്ടാക്കുന്നതിനിടയിൽ ഒന്ന് അവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടിയും പെരുംജീരകപ്പൊടി അതിലേക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, പച്ചമുളക് ഇപ്പൊ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പൊ പച്ചമുളക് ആയിരുന്നില്ല. അപ്പൊ മുളക് പൊടി കൊടുക്കുകയാണ്. അപ്പൊ ഞാനിത് കറി ഉണ്ടാക്കാന്നുള്ള രൂപത്തിലാക്കത് ഉണ്ടാക്കുന്നത്. അപ്പൊ രണ്ടാളും പറഞ്ഞത് മാറിയിട്ടുണ്ട് കേട്ടോ, തെറ്റിട്ടുണ്ട്. അപ്പൊ ഞാൻ കുക്കറിന്റെ വിസിലൊക്കെ ഞാൻ ഇറങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലത്തെ നീരൊക്കെ ചേർത്തിട്ടുണ്ട്. അച്ഛനുണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുക്കറിന്റെ വിസിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഞാൻ കുക്കറിന്റെ പറഞ്ഞല്ലോ കുക്കറിന്റെ വിസില് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഇതാക്കട്ടെ. അപ്പൊ നീരൊക്കെ ഞാൻ സെപ്പറേറ്റിന് മുന്നോട്ടൊന്ന് മാത്രം ഉണ്ടാക്കി പെട്ടെന്ന് മദ്രസ് പറഞ്ഞൊക്കെ വെച്ചിട്ട് അങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്തിട്ട് ഞാൻ ഇതിന് വിസിലൊക്കെ വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകണ്ട. അപ്പൊ വിസിൽ വെച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു 4-5 കുക്ക് കഴിഞ്ഞിട്ട് വിസിലടിച്ചിട്ട് നമുക്കിത് ഓഫാക്കാം. അപ്പൊ ആ സ്റ്റൗവ് ഓൺ ആക്കുകയാണ്. അപ്പോൾ ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ വീഡിയോ എഡിറ്റിംഗും ഒക്കെ കഴിഞ്ഞിട്ടെ ഞാൻ എന്താണ് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ നേരം വൈകുന്നതാണ് കേട്ടോ. അപ്പൊ ഏതായാലും ഇതാ പിന്നെയാണ് എനിക്കിത് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ വീഡിയോ എടുത്ത് വിചാരിച്ചിട്ട് അതിന് വന്നതാണ്. പിന്നെ എന്തെങ്കിലും വീഡിയോ കിട്ടണല്ലോ. അപ്പൊ ഞാനിതാ കുറച്ച് സോയ വെള്ളത്തിൽ ഇട്ട് വെക്കാം കേട്ടോ. അത് കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നീളൊന്നും വേണ്ട വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സോയ വെള്ളം ഞാൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല. അപ്പൊ രാത്രി ഞാൻ പറഞ്ഞത് ഒരു 3:30 അങ്ങനെയായിട്ട് എഡിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ മോള് പോയതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ എഡിറ്റിംഗ് വോയിസൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയില്ല, രാത്രി ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എഡിറ്റിംഗ് ഇപ്പൊ രാത്രി നടക്കില്ല. പിന്നെ പകലും മുഴുവനും മൂടുന്ന കുറച്ചു നേരമൊക്കെ അവളെ കയ്യിലേക്ക് ഇറക്കും. അപ്പൊ അതാ അവിടെ ഭയങ്കര മഴയൊക്കെയാണ് കേട്ടോ. അവിടെ ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്നതിന്റെ പേരും മഴയാണ്. അപ്പൊ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. അപ്പൊ ഏതായാലും കുക്കറൊക്കെ വിസിൽ അടിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പുറത്തൊരു സ്റ്റവ് ഓൺ ആക്കുക എന്തിനാ വെച്ചാല് ഇപ്പൊ കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ കറണ്ട് ഒന്ന് രാവിലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ വെച്ചാല് പിന്നെ വെള്ളമൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ എന്താണ് മെസ്സേജ് ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ അപ്പൊ അതാ ചോറ് ഞാൻ റൈസ് കുക്കറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഊറ്റിയെടുക്കട്ടെ. അപ്പൊ വന്നിട്ടുണ്ട് ഊറ്റിയെടുക്കാം. ഇപ്പൊ മെസ്സേജ് പറഞ്ഞാല് ഫോണിൽ പൈസ കയറ്റാത്തോണ്ട് തന്നെ ഇപ്പൊ മെസ്സേജ് എന്താ വെച്ചാല് വന്നത് അറിഞ്ഞിട്ടില്ല കേട്ടോ. മെസ്സേജ് കാണൂല. അപ്പൊ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പൈസ പിന്നെ ആവശ്യം ഉണ്ടാവുമ്പോ കയറ്റില്ല. അപ്പൊ അത് അങ്ങനെ ഇങ്ങനെയൊക്കെ എന്താണ് കയറ്റാതിരിക്കണം കേട്ടോ. നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴൊക്കെയാണ് ഇത് ഫോണൊക്കെ പൈസ കയറാറുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഇപ്പൊ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള ഫോണൊക്കെ നമുക്ക് ഉണ്ടല്ലോ, കയ്യിലുണ്ടല്ലോ. അതുകൊണ്ട് എന്തൊക്കെ രണ്ടും കൂടെ ഇപ്പൊ ഒന്നും പൈസ കയറ്റേണ്ട വിചാരിച്ചിട്ടോ. പിന്നെ അതിൽ കയറ്റേണ്ടി വരും. റേഷൻ വീട് ഇങ്ങനെ റേഷൻ ഇതൊക്കെ വാങ്ങാൻ പോകുമ്പോൾ കേട്ടോ. അപ്പൊ അങ്ങനെ കറണ്ട് ഒക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു ചോറ് ഞാൻ റൈസ് കുക്കറിന്റെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ കറണ്ട് പോയതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു കറിയിട്ട് തേങ്ങ അരക്കാനൊന്നും വയ്യട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, തേങ്ങ ചിരകിയത് കുറച്ച് പിടിച്ചത് എടുത്തിട്ട് പിന്നെ ഞാൻ തേങ്ങാപ്പാലാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ സോയൊക്കെ ഇവിടെ നന്നാക്കി കുതിർന്നിട്ട് അപ്പൊ ഞാൻ ഇവിടെ കേജി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന്റെ വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്തിട്ട് ഞാനിത് എന്താണ് കേജി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ തന്നെ ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പിട്ടെടുക്കാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെ ഒക്കെ ഇട്ടെടുത്ത് കുറച്ചു നേരമൊക്കെ റെസ്റ്റിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വെക്കട്ടോ. അപ്പൊ ഒന്ന് ഉപ്പിതൊക്കെ പിടിച്ചോളൂ. അപ്പൊ അതാ കുക്കർ ഞാൻ തുറക്കണം കേട്ടോ. അപ്പൊ ഏതായാലും നല്ല വായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒന്നും വിചാരിച്ചിട്ടുണ്ട് ഉപ്പേരി ആക്കാന്ന്. ഞാൻ വിചാരിച്ചു ഇപ്പൊ കറി ഉണ്ടാക്കണമെങ്കിൽ ഇപ്പൊ എന്താ ആലോചിച്ച് നിൽക്കണ്ടല്ലോ. അപ്പൊ എന്തെങ്കിലുമൊക്കെ കറി പച്ചക്കറികളൊക്കെ വാങ്ങി കിട്ടിയിട്ട് വേണം. അപ്പൊ എനിക്ക് സൂപ്പർ മാർക്കറ്റിൽ വിളിച്ചിട്ട് കിട്ടിയിട്ട് ഒക്കെ വേണം. അപ്പൊ അതുകൊണ്ട് ഇനി ഇവിടെ എല്ലാതൊക്കെ ആവാൻ വിചാരിച്ചിട്ടോ. അപ്പൊ ഇതിന്റെ പേര് മഴയായതുകൊണ്ട് തന്നെ നിങ്ങളെ മദ്രസ് അല്ല സോറി എന്താണ് ഇതിനൊന്നും പറഞ്ഞു വെച്ചിട്ടില്ല കേട്ടോ. രാവിലെ ഒന്നുമില്ല, പിന്നെ ഉച്ച നേരെ പിന്നെ മഴയൊക്കെ ആയിട്ടോ. അപ്പൊ അങ്ങനെ ഇതൊക്കെ ആയിട്ട് പിന്നെ വീട് പിന്നെ കയറിയെന്ന് വെച്ചാൽ
ജിതുമോനെ ഞാൻ എഡിറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അവന്റെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നാണ്ട് ഒന്ന് തൊട്ടാൽ മതിയല്ലോ അങ്ങോട്ടും ഇങ്ങോട്ട് ഇങ്ങനെ നീങ്ങാൻ ടച്ച് ചെയ്താൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് ആവും. അതുകൊണ്ട് തന്നെ വീട് ഇങ്ങനെ പിന്നെ കാണിച്ച് പിന്നെ കയറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഏതായാലും ഇപ്പൊ എന്താ പറയാനുള്ളത്, നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതെന്താണ്, ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കണം. അപ്പൊ അതാ ഞാൻ തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ട് ഉണ്ട് പറഞ്ഞില്ല. അപ്പൊ അത് നന്നാക്കിയിട്ട് അത് പിഴിഞ്ഞ് എടുത്തിട്ട് ഞാൻ അപ്പൊ ഈ ഒരു ബോക്സിന് തേങ്ങ ഞാനൊരു ഇതാക്കിയിട്ടുണ്ട്. എന്താണ് പിഴിഞ്ഞ് ഇതിലേക്ക് തന്നെയാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ അപ്പൊ തേങ്ങ അല്ലെങ്കിൽ ഉമ്മ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഉപ്പേരിയാണെന്നില്ല ഇതിലേക്ക് തേങ്ങ അല്ലെങ്കിൽ തേങ്ങാപ്പാലിലേക്ക് എടുത്തിട്ട് ഇതാക്കാൻ വിചാരിച്ചിട്ട്. അപ്പൊ ഞങ്ങളൊന്നും കറിയാവും വിചാരിച്ചു. രണ്ടാൾ പറഞ്ഞത് തെറ്റിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് കുറച്ച് ടേസ്റ്റിന് വേണമെങ്കിൽ സാമ്പാർ പൊടി ഇതിനൊക്കെ ചോദിച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇതിന്റെ ഒരു ഇതിൽ ഇങ്ങനെ വെക്കുന്നുണ്ടോ. അപ്പൊ സാമ്പാർ പൊടി കിട്ടിയിട്ട് ഞാനൊരു അതിൽ കറി കാക്കാന്ന് വിചാരിച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞപ്പോ ഞാനത് വേണ്ട വിചാരിച്ചിട്ട്. അപ്പൊ അതിന് വേണ്ടി കുറച്ച് എന്താണ് ഒരു ചെറിയ പൂണി വേണ്ട ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇത് തീർത്തിട്ട് ഇതിലേക്ക് ഒരു ഒഴിച്ചെടുക്കാം കേട്ടോ. പിന്നെ അപ്പൊ അതാ പുളിവെള്ളം ഒക്കെ ഒഴിച്ചെടുത്തിട്ട് വെള്ളമൊക്കെ പാകാക്കിയിട്ട് കറിയൊക്കെ നല്ല കുറുന്നനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് എന്ത് ചെയ്യണം, ഇനി വറുത്തെടുക്കണം. കുറുന്നനെയായപ്പോ എന്ത് ചെയ്തു, എത്രയായിട്ടും കറി എന്ത് ചെയ്യുന്നതാണ് വെള്ളം അടുത്ത് കൂടുന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ കുറച്ചും കൂടി ഒക്കെ വെള്ളം ചേർത്തി കൊടുത്തിട്ടോ. അപ്പൊ ഞാനിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പൊ ഉമ്മ വിചാരിച്ചത് ഉപ്പേരി, ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഒരു കറി കേട്ടോ. കറി ഇതിക്കൊരു സോയ പൊരിച്ചത് ഒരു ഉപ്പേരിയാക്കി അങ്ങനെ കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കാൻ വിചാരിച്ചത്. പിന്നെ മോളും തിരുമോളില്ല ഏതായാലും കറി കൂട്ടും കേട്ടോ. പിന്നെ മോളത് ഞാൻ പറയലുണ്ടല്ലോ എല്ലാ വീഡിയോയിലും. പിന്നെ പിന്നെ മോളെ ഏതായാലും പച്ചതല്ലെങ്കിലും കൂട്ടുന്നില്ല. അപ്പൊ അതേ കോപ്പി പേസ്റ്റ് ആണ് തിരുമോനും എടുക്കുന്നത്. അങ്ങനെ ഓൾക്ക് കണ്ട് കോപ്പി എടുക്കുക, അത് പേസ്റ്റ് ചെയ്താട്ടോ. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളും കഥകളും കേട്ടോ. അങ്ങനെ ഏതായാലും ഫുഡ് കഴിക്കാൻ ഞാൻ കുട്ടികൾക്ക് എന്താണ് അവർക്ക് സോയ എന്താണ് ആദ്യം ഞാൻ ഓർക്കിലെ സോയൊക്കെ ഞാൻ പൊരിച്ചെടുത്തിട്ട് വിചാരിച്ചിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ കറി വറുത്തെടുക്കലൊക്കെ എല്ലാം നിൽക്കട്ടെ. അപ്പൊ കറി എൻ്റെ ഞാൻ വറുക്കുന്നത്. അപ്പൊ നമ്മൾ കുതിർത്ത് വെച്ചിട്ട് നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ച എന്താണ് സോയ എന്താണ് പൊരിച്ചെടുക്കണം. അപ്പൊ അതിൻ്റെ ഇടയിൽ കറി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നന്നാക്കി മിക്സ് ചെയ്ത് നോക്കട്ടെ. അപ്പൊ എന്താണ് ഇങ്ങനെ അങ്ങനെ ഒരു ദൂരം കഴിച്ചിട്ടാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത ഉപ്പ് കുറവും ഉപ്പൊക്കെ പിന്നെ ചേർത്തി കൊടുത്ത് അത് ഏതായാലും പാകച്ച ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഏതായാലും സോയ പൊരിക്കലാണ്ട് നടക്കട്ടെ കേട്ടോ. അപ്പൊ അതിലേക്ക് ഞാൻ ആവശ്യം എന്താണ് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുകയാണ്. ഇനി ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ടെടുത്തിട്ട് നമ്മൾ എന്താണ് കായം കൂട്ടി വെച്ച് സോയ ഇതിലേക്ക് ഇങ്ങനെ വെച്ചെടുക്കട്ടോ. അപ്പൊ കറിവേപ്പ് ഇട്ടെടുക്കലും കഴിഞ്ഞ് അപ്പൊ സോയപ്പൊരി നടക്കട്ടെ കേട്ടോ. അപ്പൊ ഇനി അത് കഴിഞ്ഞിട്ടാണ് വറുത്തെടുക്കുക. അപ്പോൾ ഇതാ മിന്നമോളും ചുരുമോനും ഭയങ്കര കളിയാണ് കേട്ടോ. സൈക്കിളിൽ പോകുന്നുണ്ട്. പിന്നെ അപ്പുറത്തിന് വാഴ ഉണ്ട്, അത് ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്മേൽ തൂങ്ങി കളിക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അവൻ എങ്ങനെയാലും അകത്തേക്ക് വരുന്നില്ല കേട്ടോ. വിളിച്ചിട്ട് അവന് വരുന്നില്ല. അവൻ ആ വാഴ ഇങ്ങനെ കളിച്ച് പോകുന്നുണ്ടാക്കി ആക്കി വായക്കാക്ക നാശാക്കി ഇങ്ങനെ എന്തൊക്കെ കാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതും വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ മറിഞ്ഞും ചെയ്ത് വീഡിയോ എടുത്തിട്ടാണ്. അപ്പൊ അതാ അവിടെ സോയപ്പൊരി നടക്കണം കേട്ടോ. അപ്പൊ ഇത് പൊരിച്ച് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്കുള്ള ഭക്ഷണം കൊടുക്കുക. അപ്പൊ കുട്ടികൾക്കാണെങ്കിൽ കുളിക്കണം അങ്ങനെ എങ്ങനെ ഒക്കെ പറയുന്നുണ്ട്. അതിന്റെ മുമ്പ് കുളിക്കണം. അപ്പൊ അതിന്റെ ഇടയിലാണെങ്കിൽ വെള്ളമല്ല ഇപ്പൊ പോകേണ്ടതാണ്. അപ്പൊ വെള്ളമല്ല എന്നൊക്കെ കണ്ടാൽ പിന്നെ പ്രത്യേകിച്ച് ഒരു കുളി തന്നെയാണ്. വെള്ളം ഉണ്ട്, കുറച്ച് ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള വെള്ളമൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഇവിടെ പിടിച്ച് നിർത്തുകയാണ് കേട്ടോ. അങ്ങനെ ഏതായാലും പിന്നെ കുളിക്കാനൊക്കെ സമ്മതിക്കാതെ ഓരോട് അകത്ത് അടങ്ങി കളിക്കാൻ പറഞ്ഞാൽ ഈ സമയത്തൊന്നും കേൾക്കില്ല കേട്ടോ. അകത്ത് കളിച്ചോളി. ഒരു കാര്യം പറയാനും മറന്നിട്ടുണ്ട്. ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ചെടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. തേങ്ങാപ്പാൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ഇങ്ങോട്ട് പറയാൻ വിട്ട് പോയതാണ് കേട്ടോ. തിളപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഈ വറുത്തിട്ടുള്ളത്. അപ്പൊ ഈ സോയപ്പൊരി ഒക്കെ നടക്കട്ടെ. അപ്പൊ ആദ്യത്തെ ട്രിപ്പില് പൊരി ഇങ്ങനെ ആവിട്ടോ. നിങ്ങൾക്ക് എന്താ വെച്ചാൽ കുട്ടികൾക്ക് കൊടുക്കട്ടെ. അപ്പൊ ഇതുപോലെ ഇതുപോലൊക്കെ വിളിക്കട്ടെ. ഒരു ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് അകത്തുള്ള ചോറൊക്കെ ഞാൻ കണ്ടിപ്പോടുത്ത് അങ്ങനെ പിന്നെ ഈ കറി വറുക്കലൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ സംഭവിച്ചില്ല പറഞ്ഞു കേട്ടോ. പറഞ്ഞില്ല. അപ്പോൾ ഇത് ആയ സോയ വെച്ചിട്ട് ഞാൻ എന്താ കുട്ടികൾക്ക് ഞാൻ ഭക്ഷണം കൊടുത്തിട്ടോ. കുട്ടികൾക്ക് പിന്നെ മതിയല്ലോ. നിങ്ങൾക്ക് കറി വേണ വെച്ചാൽ അത് വേണ്ട ഇത് വേണ്ട. അപ്പൊ അങ്ങനെ അത് പല വിളിച്ചു മിന്നുമോളെ ചുരുമോളെ വിളിച്ചത് ആ പേരിയായിട്ട് വിളിച്ചവർക്കില്ല ഫുഡും ഇതൊക്കെ കൊടുത്ത് അവരൊക്കെ നല്ല റാഹത്തായിട്ട് ഇങ്ങനെ കളിക്കിട്ടോ. ഇനി എനിക്ക് അതിന്റെ ഇടയിൽ ഓരോ കളിയുടെ നടക്കട്ടെ. പിന്നെ കുറച്ച് വെള്ളമൊക്കെ കൊണ്ടുവരാൻ വെള്ളം അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി കുറച്ച് വെള്ളമൊക്കെ കൊണ്ടേ വെക്കണം. കുറച്ച് കഴുകി എടുക്കാനും പിന്നെ കഴുകാനും എല്ലാത്തിനും വേണമെങ്കിൽ കൊണ്ടുവരാം. അപ്പൊ അങ്ങനെ കുറച്ചിട്ട് കൊണ്ടുവരാം.
അപ്പൊ ഇതഞ്ഞ് ചൂടായ എണ്ണയിലേക്ക് കുറച്ച് എന്താ അപ്പൊ ഈ സോയ പൊരിച്ച വെളിച്ചെണ്ണ കേട്ടോ. അപ്പൊ ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണ ഇതിലുണ്ടല്ലോ. അപ്പൊ ഇതിലേക്ക് ഞാൻ കടുക് ഇട്ടെടുക്കുകയാണെങ്കിൽ കടുക് വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് ഞാനത് ഒന്ന് മൂപ്പിച്ചെടുക്കാണ് കേട്ടോ, വറുത്തെടുക്കാണ്. കടുക് വെളുത്തുള്ളി പിന്നെ പച്ചമുളക് അങ്ങനത്തെ മുളകുകളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. മുളക് കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ ഇത് ചേർത്ത് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ കറി വറുത്തിട്ട് അപ്പൊ അങ്ങനെ കറി വറുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്താണെന്നോ അപ്പൊ ജിതുമോൻ എന്താണ് എന്നോട് പറഞ്ഞിരുന്നോ. ഞാൻ ഇവരോട് വോയിസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ ഒന്ന് പന്ത് പഴം അതൊക്കെ വേണം. ഒന്നാമത് എന്താ പറയുക കാരണം അപ്പൊ ഞാൻ എന്താ പറഞ്ഞുതരാന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ പിന്നെ ഉമ്മാന്റെ കുളിയൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ട് വെള്ളം ഇല്ലെങ്കിൽ എന്റെ വെള്ളം കൊണ്ടൊക്കെ അമ്മ കുളിയും ഇതൊക്കെ കാര്യങ്ങളും നിസ്കാരമൊക്കെ കഴിച്ചാൽ അങ്ങനെ അപ്പൊ കഴിച്ചിട്ട് കറി വറുക്കലും ഒക്കെ കഴിഞ്ഞ് ഞാൻ എന്താ ഇത് ഞാൻ പിന്നെ അങ്ങനെയൊക്കെ ഇതൊക്കെ എടുത്ത് എന്റെ വെള്ളം കൊണ്ടിൽ കുളിക്കാരൊക്കെ ഒന്നൊക്കെ എടുത്തുകാണ്ട് നിസ്കരിക്കാണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്താ ഫുഡ് കഴിക്കാം കേട്ടോ. അപ്പൊ ഇങ്ങനെ ഫുഡ് കഴിക്കാം. അപ്പൊ പിന്നെ അമ്മ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നപ്പോ ഉമ്മ ഉപ്പേരിയാണെന്ന് വിചാരിച്ചത്. അപ്പൊ ഇത് കറിയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ആക്കാതെ ദേഷ്യമൊക്കെ പിടിച്ചു. അമ്മയാണെങ്കിൽ ഇത്രയും വിലയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇതൊക്കെ പച്ചക്കായ കട്ട് ചെയ്ത് നുറുക്കിയൊക്കെ തന്ന് കേക്കൊക്കെ വിളിച്ചാണ് പോയത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് വന്ന് നോക്കുമ്പോ നമ്മൾ വിചാരിച്ച അതൊന്നും അല്ല. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നപ്പോ പിന്നെ കറിയാണ്. അപ്പൊ അങ്ങനെ അതൊക്കെ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെയൊക്കെ അണിന്റെ അടിയിൽ എന്ത് ചെയ്തു ജിതമോന്റെ മിന്നമോളി ആർപ്പിട്ടോ, ഭയങ്കര ആർപ്പ് കരച്ചില്. അപ്പൊ എന്താന്ന് വെച്ചാല് ജിതുമോന് സൈക്കിൾ വന്ന് വീണിട്ടോ, വീണ് ഓന്റെ അങ്ങനെതാ ഞാന് കറി വറുത്ത് കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഫുഡ് കഴിക്കട്ടോ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഞാൻ ഫുഡ് കുറച്ച് വെള്ളമൊക്കെ അടുപ്പത്ത് മുക്കിയിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പം ഓരോ കാര്യത്തിന് വേണം പുറത്തിറങ്ങാൻ. അതിൻ്റെ ഇടയിൽ എടുത്തിട്ട് വെള്ളം ഓരോ ആവശ്യത്തിനൊക്കെ എടുത്തിട്ട് ഇവിടെ ഉണ്ടായാലും വെള്ളമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ അപ്പോൾ ഇതാ കറി നിങ്ങൾ കണ്ടല്ലോ. നല്ല കാണാനൊക്കെ നല്ല ഇതുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എനിക്ക് അറിയില്ല കേട്ടോ. ഞാനെനിക്ക് പറയാം നല്ല കുറുമിനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാനിത് ചോറിലേക്ക് കഴിച്ച് നോക്കുമ്പോൾ വലിയൊരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു ഉപ്പിൻ്റെ ഒരു കുറവ് എൻ്റെ ഒരു ടേസ്റ്റ് എന്താ ഇങ്ങനത്തെ ഒരു പഴമായിട്ടാ എന്താ ഇങ്ങനെ ടേസ്റ്റ് ഇല്ലാത്തത് വിചാരിച്ച് നോക്കി. അപ്പൊ ഞാൻ രാത്രി കുഴപ്പമില്ല കേട്ടോ. രാത്രി കൊണ്ടൊക്കെ ചൂടാക്കിയിട്ട് കഴിച്ചപ്പോൾ പിന്നെ പിന്നെ ദേഷ്യപ്പെട്ടില്ല. ഉമ്മയൊക്കെ പിന്നെ സൂപ്പറായിട്ട് തന്നെ ഉമ്മാക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ ഇപ്പോൾ രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പൊ അങ്ങനെ ഏതായാലും ഞാൻ കുറച്ച് മറ്റൊക്കെ കൊണ്ടുവന്നെങ്കിലും ശരി ഏതായാലും രാത്രി പിന്നെ കുഴപ്പമില്ലാതെ നല്ല വാക്കന്നെ കേട്ടോ. അപ്പൊ മറ്റങ്ങനെ പിടിച്ച് നിൽക്കുന്നു. അപ്പൊ ഏതായാലും അപ്പൊ കറിയൊക്കെ റെഡിയായി. പിന്നെ കറി ഇതിന്റെ ബാക്കിയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെയൊക്കെ എല്ലാ ഉച്ചക്കത്തെ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ജീവിതമാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ സൈക്കിൾ വന്ന് വീണത്. അപ്പൊ ഞാൻ അപ്പൊ പിന്നെ അതൊന്നും വീഡിയോയിലില്ല കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പം അത് വീഡിയോ എടുക്കാനുള്ള ഒരു ഇതിലൊന്നും അല്ല ഞാൻ ഇട്ട. അപ്പം എന്താണെന്ന് വെച്ചാല് സൈക്കിളിൽ നിന്ന് വീണു. അപ്പൊ പിന്നെ അകത്ത് ഇതിന്റെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പെട്ടെന്ന് വീണ് ആകെ പിന്നെ ചോര, പല്ലിനുള്ളിൽ ചോര, ചുണ്ടിനുള്ളിൽ ചോര, അങ്ങനെ ചോരയോട് ചോരയായിട്ട് പിന്നെ ആർക്കും വീണി അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെയും പേടിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നൊക്കെ ചെറുതായിട്ടൊക്കെ പറ്റി. എന്താ വെച്ചാലും അവരിങ്ങനെ സൈക്കിൾ ഇങ്ങനെ ഓടുന്നതിന്റെ ഇടയിൽ കുഴി ഉണ്ടായിരുന്നു. ആ കുഴിന്റെ ഇടയിൽ കൂടെ എന്താണ് ഞാനാണെങ്കിൽ ഭക്ഷണം കഴിക്കാനല്ല. അപ്പൊ എന്തായാലും സൈക്കിള് പൊന്തിയതാണ് കേട്ടോ. ആ കുഴി കൂടെ സൈക്കിള് അപ്പോൾ ഒന്ന് എടുത്തപ്പോൾ അവള് പിന്നെ അത് രണ്ടാമത് എന്താ വെച്ചാൽ എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഏതായാലും നീങ്ങണില്ല, സൈക്കിള് നീങ്ങണില്ല. അപ്പോൾ ഞാൻ എടുത്തു. അവന് ഇപ്പോൾ സൈക്കിൾ നിന്നാണ് പൊന്തി. അപ്പം വീണു. അപ്പോൾ ജിതുമോനവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ പല്ലുമൊന്നും ഇതൊക്കെ ചോര ഇങ്ങനെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു പിന്നെ അടുത്ത് കുറച്ച് വെള്ളം കൊണ്ടുവച്ചെന്ന് പറഞ്ഞില്ല. ആ വെള്ളം കൊണ്ടൊക്കെ ഞാൻ അവനെ കുളിപ്പിച്ച് പിന്നെ എണ്ണ ഇടാണ്ട് ഇല്ല പെട്ടെന്ന് കുളിപ്പിച്ച് അവനിങ്ങനെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി പിന്നെ അതിനെ കിടത്തി ഉറക്കിയിട്ട് അപ്പം ഞാൻ വാവു വാവു അങ്ങനെ പറയണം വാവു വാവു. അങ്ങനെ ഏതായാലും പിന്നെ ഐസാണ് വെക്കാനാണെങ്കിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഐസൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പൊ അത് അങ്ങനെയൊക്കെ ഇതായി രാത്രിക്കത്തെ കാര്യങ്ങളൊക്കെ പിന്നെ അവരൊക്കെ കിടത്തി ഉറക്കിയിട്ട് രാത്രിക്കൊക്കെ ഞാൻ എന്താണ് രാവിലെ അരി വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അരി ഉഴുന്നൊക്കെ കൂട്ടി വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉഴുന്ന് ദോശ മതി, നാളെ ഉഴുന്ന് ദോശ മതി പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ഇത് എന്നോട് പറയും കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമായവൻ കഴിച്ചു എന്നോട് ഞാൻ പറയും ഞാനിത് വെള്ളത്തിൽ ഇട്ടക്കാനും വേണ്ടിയിട്ട് വറുക്കും ചെയ്യും. പിന്നെ ആ നേരമാകുമ്പോൾ എനിക്ക് എന്താണ് ഓർമ്മ വരിക കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊക്കെ പെട്ടെന്ന് പറഞ്ഞിട്ടാണ്ട് ഞാനും അരി വെള്ളത്തിൽ വെച്ചിട്ടൊക്കെ ഞാൻ രാത്രി 10 മണിക്കകത്തൊക്കെ അരച്ചെടുക്കുന്നത്. 10 മണിക്ക് അരച്ചെടുത്തതിൻ്റെ ശേഷം ഇതാ ഇനി അത് എന്താണ് റൈസ് കുക്കറിൽ ആക്കി വെക്കണം കേട്ടോ. കുറച്ച് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിയുണ്ടാവുമല്ലോ. കുറച്ച് എന്താണ് ബാക്കിയുള്ള ചോറ് കൂട്ടി എന്താണ് ഇന്നലെ തന്നെ ഇപ്പം വോയിസ് എടുക്കുന്ന ഇപ്പോഴാണ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് രാത്രിക്കൊക്കെ എന്താണ് ഇന്നത്തെ ബാക്കി ചോറും കൂട്ടിയിട്ട് ഇന്നത്തെ അന്നത്തെ എന്താണ് ഞങ്ങൾ കഴിച്ച ബാക്കിയുള്ള ചോറ് ആ ഒരു ദിവസത്തെ ഞാൻ അത് കൂട്ടിയിട്ട് ഞാൻ അരച്ച് എടുക്കുകയാണ്. അപ്പോൾ ഒരു തവണ അരച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ രണ്ടാമത്തെ കൂടി മിക്സിയിൽ എന്താണ് ലോഡിങ് ആകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 തവണയായിട്ട് കൊണ്ട് അരച്ചെടുക്കാം കേട്ടോ.
അപ്പോൾ ഇതാ രണ്ടാം തവണയൊക്കെ അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നന്നാക്കിയിട്ട് കോരിയെടുത്തിട്ട് ഞാൻ ഇത് ഉപ്പൊക്കെ ചേർത്തിട്ട് ഇപ്പോൾ ആവശ്യത്തിന് അപ്പം ഇത് എന്താണ് സ്പൂൺ എടുത്ത് കോരിയെടുക്കണ്ട. അപ്പം വെള്ളം ആക്കിയാണ്ട് അല്ലാതെ കേക്ക് പറഞ്ഞതിനാകെ നമ്മൾ വിചാരിച്ചാൽ അതിൻ്റെ ദോശൻ്റെ ആ ഒരു ഇത് കിട്ടൂല കേട്ടോ. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊക്കെ വെള്ളം ചേർത്തിട്ട് ഞാൻ ചെറുതായിട്ട് ഇതൊക്കെ കുലുക്കിയിട്ട് ഞാനിത് അവിടെ എന്താണ് മിക്സി അവിടെ കേൾക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. മിക്സിൻ്റെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്, പിന്നെ അടുക്കളയൊക്കെ ഒന്നാണ്ട് ക്ലീൻ ആക്കാണ്ട് ഒന്ന് തുടച്ചെടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും ഇവിടെ ഇങ്ങനെ പണിയെടുക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ വെള്ളമായിട്ട് കിട്ടും. അപ്പോൾ അടുക്കളയിലൊക്കെ എപ്പോഴും വെള്ളം കയറാം. അപ്പോൾ അതാ ഞാനിത് റൈസ് കുക്കറിലേക്കൊന്ന് മാറ്റി വെക്കട്ടെ. അപ്പോൾ അതാ റൈസ് കുക്കറൊക്കെ ഞാൻ ഓപ്പൺ ആക്കിയിട്ട് ഇതിലേക്ക് വെക്കണം. അപ്പം നമ്മൾ വിചാരിച്ചപ്പോൾ ഇത് മഴക്കാലം ആയതുകൊണ്ട് തന്നെ റൈസ് കുക്കറിൽ വെക്കേണ്ടി എന്തായാലും വരും. അപ്പോൾ ഇത് പോകുള്ളൂ വിചാരിച്ചാൽ മതി, നല്ല ഇത് കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ കിട്ടൂല, എത്ര വെച്ചാലും കിട്ടൂല. അല്ലെങ്കിൽ റൈസ് കുക്കർക്ക് അല്ലെങ്കിൽ പിന്നെ ചൂടിൻ്റെ അടുപ്പിൻ്റെ അടുത്തൊക്കെ വെച്ചാൽ മതി കേട്ടോ. അടുത്തൊക്കെ തീ വിടുന്നവരാണെങ്കിൽ അടുപ്പിൻ്റെ സാധാ വറകടുപ്പിൻ്റെ അടുത്തൊക്കെ വെച്ചാൽ മതി. അപ്പം അങ്ങനെ നമ്മൾ വിചാരിച്ച ദോശ ഇതൊക്കെ പൊങ്ങിയെടുത്തിട്ട് അപ്പോൾ തന്നെ സ്റ്റൗവും ഇതൊക്കെ ക്ലീൻ ആക്കിയിട്ട് വേണം. ഇതൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ലാണല്ലോ കേട്ടോ. ഇനിയിപ്പോൾ എന്താ കിടക്കാൻ വേണ്ടിയിട്ട് പോകട്ടോ. ഇതൊക്കെ ക്ലീൻ ആക്കി പിന്നെ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നേരത്തെ പറഞ്ഞതുപോലെ എന്താ സബ്സ്ക്രൈബ് ചെയ്യാനും, പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ കണ്ടവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലേക്കും പ്രസ് ചെയ്യാതെ ഓൾ ഓപ്ഷൻ കൂടി അനേബിൾ ചെയ്ത് വെക്കട്ടോ. അപ്പോൾ എപ്പോഴും ഞാൻ എല്ലാവരോടും പറഞ്ഞതാണ്, എന്നാലും ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഇന്നത്തെ വിശേഷങ്ങളും പറഞ്ഞല്ലോ. പിന്നെ ഈ അടുപ്പിൻ്റെ അടുത്ത് വെക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്, ചൂടില്ല അടുപ്പിൻ്റെ അടുത്താട്ടോ. അപ്പോൾ അതൊന്നും കത്തി പിടിപ്പിക്കാത്ത അടുപ്പ് റൈസ് കുക്കറൊക്കെ രാത്രി ഞാൻ കത്തി പിടിപ്പിച്ച അടുപ്പൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പം അങ്ങനെ കത്തി പിടിപ്പിക്കാത്ത അടുപ്പ് റൈസ് കുക്കറൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു പാത്രം നല്ലൊരു എന്താ കുണ്ടുകൾ ഏത് പാത്രത്തിനാണ് വെക്കുന്നത് വെച്ചാൽ അതിന് പാകത്തിൻ്റെ പാത്രത്തിൻ്റെ എന്തെങ്കിലും ഒരു പാത്രമോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അത് കവർ ചെയ്ത് വെച്ചിട്ടോ, കൗച്ചിൽ വെച്ച്. അപ്പം തേക്കുളത്തിൻ്റെ കുറച്ച് പാത്രങ്ങളും ഇതൊക്കെ ഞാൻ കേക്ക് വെച്ചിട്ടൊക്കെ എന്നാലും കൊണ്ടുപോയിട്ട് ഒരു ഇത് വെച്ചാണ് കേട്ടോ. അതൊക്കെയാണ് വീഡിയോയിൽ കണ്ടത്. അപ്പോൾ ഇതിപ്പോൾ എന്താ ഇനി വീഡിയോയിൽ കയറി വന്നത്. അപ്പോൾ ഇത് നന്നാക്കിയിട്ട് എന്താണ് ഉപ്പൊക്കെ ഇട്ട് ഞാൻ മിക്സ് ചെയ്ത് ആ ഒരു ഇതാണ് കേട്ടോ നിങ്ങൾ കണ്ടത്. മിക്സ് ചെയ്ത് ഞാൻ റൈസ് കുക്കറിൽ വെക്കുന്നത്. അപ്പം വീഡിയോ അങ്ങനെ കയറി വന്നത്. അപ്പോൾ ഇതുപോലെ സൈക്കിൾ കൊണ്ട് വീണത് പറഞ്ഞാൽ അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ല ആ വീഡിയോ എനിക്ക് എടുക്കേണ്ട ആ രീതിയിലും അല്ല. അപ്പോൾ ഭയങ്കര ടെൻഷനും ആ ഒരു ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഭയങ്കര മോന് പറ്റിയതൊക്കെ വേണ്ടി അതിന് ചെറുതായിട്ട് മുറിവ് പറ്റിയതൊക്കെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ അങ്ങോട്ട് മാറ്റി നോക്കിയിട്ട് ഒരു സൈക്കിളിൻ്റെ മുമ്പിൽ വന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ സൈക്കിൾ എത്രയാണ് എടുക്കേണ്ട പറഞ്ഞാൽ കേൾക്കില്ല, അങ്ങനെയൊക്കെയാണ് കഥ. അപ്പം മാവ് ഇങ്ങനെ പൊന്തി വരാനുള്ളതൊക്കെ അങ്ങനെ വെക്കാന്ന് റൈസ് കുക്കറും വിറകടുപ്പൊക്കെ ഇല്ലാത്തവർക്ക് എന്താണ് പിടിപ്പിക്കാത്തവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പം ഞാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞത് ഞാൻ ചെയ്ത് സക്സസ് ആയി എന്നുള്ള കണ്ട കാര്യങ്ങൾ മാത്രം കേട്ടോ പറഞ്ഞത്. അപ്പം ഇങ്ങനെ എന്താ വെച്ചാൽ റൈസ് കുക്കർ ഇതൊന്നും ഉണ്ടെങ്കിൽ അടുപ്പം കത്തിച്ചിട്ടില്ല, തീ ചൂടൊന്നും ഇല്ലാത്തെങ്കിൽ തന്നെ പറഞ്ഞത് നമ്മൾ ഏത് പാത്രത്തിലാണ് മാവ് വെച്ചത് വെച്ചാൽ അതിന് പാകമാക്കിയിട്ട് പിന്നെ ഒരു പാത്രം ഒരു എന്തെങ്കിലും ചട്ടിയോ നമുക്ക് അതിന് പാകം എന്തെങ്കിലും കൗട്ടി വെച്ചാൽ മതി. അപ്പം അങ്ങനെ അത് ഞാനങ്ങനെയൊക്കെ എടുക്കുമ്പോൾ അത് പൊങ്ങി വരാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ വീഡിയോക്ക് നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യാൻ ഇൻഷാല്ലാ ഒരാഴ്ച പൊന്നി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കട്ടെ. അപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ അതിനനുസരിച്ചിട്ടുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു കാണുന്നവരെ എല്ലാവരുടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ. താങ്ക് യു.